ഡിയർ പേരൻസ്, ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ്, എന്താ രാമേന്ദ്ര പ്രശ്നം? എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. അവർ കരയുന്നത്, അവർ ടാൻട്രംസ് കാണിക്കുന്നത്, മെൽഡൗൺസ് ഉണ്ടാവുന്നത്, ഇതൊന്നും ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതേ മിസ്റ്റേക്സ് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ള ഒരു അമ്മയാണ്. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എൻ്റെ മോള് സ്കൂളിൽ പോകാൻ പറ്റണില്ല, അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ഒരു മൊമെന്റ് ഉണ്ട്. ആ മനസ്സിനെ വേദനിപ്പിക്കാൻ പാടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, നല്ല അഭിപ്രായമാണല്ലോ. അന്നത് എനിക്കൊരു തമാശയായിട്ടാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ അതിൽ ഇന്നും ഈ മൊമെന്റിൽ ഞാനത് ചെയ്തതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. വെറുതെ ഒരു തമാശയെ തുടങ്ങി കളി കാര്യമാവുന്ന ഡോക്ടറും കരുതിയില്ലല്ലേ? കാരണം ഇത് കഴിഞ്ഞിട്ട് എൻ്റെ മോൾ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ്, അതായത് അവളെ കാണുമ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി, സ്കൂളിൽ പോകാൻ മടിയാണല്ലേ, കരയണത് കണ്ടല്ലോ. എന്നിട്ട് ഇനി അവരെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരെണ്ണത്തിനും വിവരില്ല. ഇതെൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമല്ല, ഞാൻ ചെയ്തൊരു കാര്യമാണല്ലോ. ഇതെങ്ങനെയാണ് ഈ ലോകം മുഴുവൻ അറിഞ്ഞത് എന്നുള്ളത് അവളിങ്ങനെ അന്തം വിട്ട് എന്നെ നോക്കിയൊരു സമയമുണ്ട്. കുഞ്ഞു പിള്ളേരെ പച്ച ജീവിക്കുന്നോടൊപ്പം ആ മൊമെന്റിലാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഐ ഹാവ് ഡൺ എ ബിഗ് മിസ്റ്റേക്ക് എന്നുള്ളത്. തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും, അത് അമ്മയല്ല മറ്റാരായാലും ശരി. അപ്പോൾ അത്തരം മൊമെന്റ്സ് നമ്മൾ ഇന്റർനെറ്റിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ ഓർക്കണം. ആ ഒരു ബിഗ് ഇമോഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അവരങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് ഓർക്കണം. ഇത് കുരുട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെ ലോകമാണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ഒന്ന് ആവണം. എനിക്കെല്ലാം കൂടി കലി വരുന്നുണ്ട്.